മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കി നാട്ടുകാരും ബന്ധുക്കളുമടക്കം 8 പേരാണ് ചൂഷണം ചെയ്തത്. അരീക്കോട് പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ നിന്നും ഇതുപോലൊരു വാർത്ത വന്നത്. ഒരു പെൺകുട്ടിയെ, അതും പട്ടിക ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ, കായിക താരം കൂടിയാണ്, പെൺകുട്ടിയെ 64 പേരാണ് പീഡിപ്പിച്ചത്, കൂട്ടബലാത്സംഗം ചെയ്തത്. ആ വാർത്തയുടെ ആ ഞെട്ടലിൽ നിന്ന് മുക്തമാകുന്നതിന് മുമ്പാണിപ്പോൾ അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കി എന്ന വാർത്ത പുറത്ത് വരുന്നത്. നാട്ടുകാരും ബന്ധുക്കളുമടക്കം 8 പേർ ചൂഷണം ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്ത് വന്ന വാർത്ത. കൂടുതൽ ആളുകൾ ഒരുപക്ഷേ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അരീക്കോട് പോലീസ് 3 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശിവദാസ്, എന്താണ് വിശദാംശങ്ങൾ? മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെയാണ് ഇത്തരത്തിൽ 8 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തിരിക്കുന്നത്. അതായത് പല ഘട്ടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ബലാത്സംഗം നടന്നത്. 2015 മുതൽ ഉള്ള ഒരു സംഭവം കൂടിയാണ് ഇത്. 36-കാരിയായ യുവതിയാണ് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായിരിക്കുന്നത്. ഇവർക്ക് മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ട്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടക്കം ഇവർ ചികിത്സ തേടിയിട്ടുണ്ട്. പിന്നീട് നാട്ടുകാരും അതോടൊപ്പം തന്നെ ചില അകന്ന ബന്ധുക്കളും ആണ് ഇത്തരത്തിൽ ഈ യുവതിയെ ചൂഷണം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിൽ അരീക്കോട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 3 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 കേസ് FIR ഇട്ടിട്ടുണ്ട്. സംഭവത്തിൽ 8 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. പക്ഷേ നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുവതിയുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനകളടക്കം നടത്തേണ്ട ആവശ്യം ഉണ്ട്. അതിനുശേഷമായിരിക്കും ഈ അറസ്റ്റ് അടക്കമുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് പോവുക. കൊണ്ടോട്ടി DYSP ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം ഒരു കൂട്ടമാനഭംഗം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേസ് DYSP ആണ് അന്വേഷിക്കുന്നത്. നിലവിൽ കൊണ്ടോട്ടി DYSP ആണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുവതി നേരത്തെ വിവാഹം കഴിച്ചിരുന്നു. പിന്നീട് അവർ വിവാഹം മോചിതയായതാണ്. അവർക്ക് 2 കുട്ടികളും ഉണ്ട്. ശിവദാസ്, ഇത് ഈ വാർത്ത ഇത് പുറത്തു വന്നത് എങ്ങനെയാണ്? യുവതിയുമായി അടുപ്പമുള്ളവർ, അല്ലെ യുവതിയുടെ ബന്ധുക്കൾ ഇത് അറിയാൻ താമസിച്ചതാണോ? യുവതിയുടെ ബന്ധുക്കൾ ആണ് ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയത്. അതിനുശേഷം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഈ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് നമുക്ക് ഈ വാർത്തയിലെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. പക്ഷേ പോലീസ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ കുടുംബത്തിന് വലിയ ഒരു പരാതി ഈ സംഭവത്തിലടക്കം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കുടുംബം കൂടുതൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിലവിൽ ഈ സംഭവത്തിൽ 8 പേരെയാണ് കുറ്റക്കാർ. കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വരും ദിവസങ്ങളിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം കൂടുതൽ ചോദ്യം ചെയ്യൽ, യുവതിയെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നുണ്ട്. മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് ശേഖരിക്കും. അതിനുശേഷമേ ഈ സംഭവത്തിൽ ഇനിയും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ പുറത്ത് അറിയാൻ കഴിയൂ. എന്തായാലും നിലവിൽ 8 പേരാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അനിൽ. മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കി നാട്ടുകാരും ബന്ധുക്കളും അടക്കം 8 പേരാണ് ചൂഷണം ചെയ്തത്. അരീക്കോട് പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.